ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് നോക്കാം. നിഫ്റ്റി ലിക്വിഡിറ്റി ആയിട്ട് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. 22,599 റേഞ്ചിൽ അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഉള്ളത്. അതുപോലെ ഡൗൺ സൈഡ് 22,430 ബാങ്കിലാണെങ്കിൽ 48,706 മുകളിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയയിലാണ് നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാതെ നമ്മൾ എൻട്രി എടുക്കില്ല. ചാൻസ് വരുമ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നോക്കാം. ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്, അപ്പം ശ്രദ്ധിച്ച് ചെയ്യണം. TTD ഉണ്ടാവും. സമയം 9:27 നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം. ഇന്ന് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പ് സൈഡ് 22,600 റേഞ്ചിലുള്ള, അത് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കിട്ടിയിട്ടില്ല. നിഫ്റ്റിയിൽ നമുക്ക് ഒരു എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. എൻട്രീൻ്റെ അടുത്ത് വരെ വന്നിരുന്നു, പിന്നെ താഴെ വന്നതാണ്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് സ്പോട്ട് ചാർട്ടും പ്രീമിയം ചാർട്ടൊക്കെ ഒന്ന് നോക്കാം. ബാങ്കിൻ്റെ സ്പോട്ട് ചാർട്ടിൽ അങ്ങനെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. ഫസ്റ്റ് ക്യാൻഡിൽ വലിയൊരു ക്യാൻഡിലാണ്, അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ്. ഏതായാലും ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിൽ പോയാൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ചും കൂടെ മുകളിൽ പോയാൽ മതി. ഒരു 10 പോയിൻ്റൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ ഏതായാലും ചാൻസ് വരുമ്പോൾ പറയാം. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നത് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ എൻട്രി വന്നിട്ടുണ്ട്, ബൈ കൊടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയിട്ടുള്ളത് 33.80 നമ്മുടെ ബൈ വന്നത്. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ഒരു ഡൗൺ സൈഡ് എൻട്രിയാണ് പ്ലാൻ ചെയ്തത്. മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു താഴേക്കുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അത്യാവശ്യം നല്ല പെട്ടെന്ന് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ. വെയിറ്റ് ചെയ്യാം. നമുക്ക് 1:5 എത്തുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സിംഗിളോ എത്തുമ്പോഴോ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ തൊട്ട് താഴെ തന്നെ ഒരു സിംഗിളോ ഉണ്ട്, അത് എടുക്കുമ്പോഴും വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. നോക്കട്ടെ, 1:5 റേഞ്ചിലൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇനി അതല്ല മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ SL അടിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രേഡിൽ SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ സെക്കൻഡ് ട്രേഡ് ചെയ്യുള്ളൂ. കാരണം ഇന്ന് മന്ത്ലി എക്സ്പയറി ആകുമ്പോൾ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞാൽ TTD അടിച്ച് തീരും. ഈവൻ ബാങ്ക് ആയാലും നിഫ്റ്റി ആയാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എക്സ്പയറി ഡേയിൽ ഭയങ്കര ലാഗാണ് മാർക്കറ്റ്. എക്സ്പയറി ഡേയിൽ മൊമെൻറ്റം തീരെ കുറവാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ 0 ആളുകളൊക്കെ ഉണ്ടല്ലോ, 0 ആവാനുള്ളത്, പെട്ടെന്ന് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ആളുകളൊക്കെ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങുന്നൊരു സമയം മിക്കവാറും എക്സ്പയറി ഡേയിലായിരിക്കും. അത്തരം ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് പിടിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആളുകളൊക്കെ മാർക്കറ്റ് പെട്ടെന്ന് ഔട്ടാക്കി സെല്ലേഴ്സിന് നല്ല പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡേ ആണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്ന് വിചാരിച്ച് മാർക്കറ്റ് എല്ലാ എക്സ്പയറി ഡേയിലും ഇതേപോലെ കൺസോൾട്ടേറ്റ് ചെയ്യില്ല. ഇടയ്ക്കൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലാണ് പിന്നെയും ആളുകൾ ഈ ഒരു 0 ട്രേഡിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടത്, എക്സ്പയറി ഡേയിൽ നിഫ്റ്റി ആയാലും ബാങ്ക് ഒക്കെ ആണെങ്കിലും മൂവ്മെൻറ്റം എക്സ്പയറി ഡേയിൽ ഭയങ്കര സൈഡ് വേസ് കാണിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് SL അടിച്ചാൽ തന്നെ അടുത്ത ട്രേഡ് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എടുത്താൽ മതി എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. ഏതായാലും നോക്കാം. ഈ ഒരു ട്രേഡിൽ നമുക്ക് SL ആണെങ്കിൽ മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ സിംഗിളോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇറങ്ങുകയും ചെയ്യട്ടോ. തൊട്ടടുത്ത് ഇന്നത്തെ ഡേലോ ഉണ്ട്. ഡേലോ അടിച്ച് കഴിഞ്ഞ് ഡേലോ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും. അപ്പോൾ പിന്നെ മുകളിൽ വീണ്ടും എത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാം. അങ്ങനെയും നോക്കാം. ഇനി അഥവാ മുകളിലേക്ക് തന്നെ പോകണമെങ്കിൽ ഇപ്പോൾ സ്ട്രൈറ്റ് മുകളിൽ പോകണമെങ്കിൽ അവിടെ SL അടിച്ചിട്ട് പിന്നെ നല്ല ചാൻസ് വരുമ്പോൾ നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ എന്താ പറയുക, ആ ഒരു സിംഗ്ലോൻ്റെ തൊട്ടടുത്തിട്ടുണ്ട്. 7,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ഉണ്ട്. ആ ഒരു സിംഗ്ലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ കയറുക, അതായിരിക്കും നന്നാവുക. ഓക്കെ 9,000 പ്രോഫിറ്റ് വരുന്നുണ്ട്. നോക്കാം. സിംഗ്ലോൻ്റെ അടുത്തെത്തിന് ആ സിംഗ്ലോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. 9,000 ആയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വീണ്ടും കയറായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നു. 10,000 ഒക്കെ വന്നിട്ടുണ്ട്. എക്സിറ്റ് കൊടുക്കാം, അതാ നല്ല. എന്നിട്ട് അവസരം കിട്ടുമ്പോൾ വീണ്ടും കയറാം. ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, മൊബൈലിൽ എക്സിറ്റ് ചെയ്ത്. ഇവിടെ ഓർഡേഴ്സിൽ നിങ്ങൾക്ക് കാണാം 9:33 എൻട്രി, 9:38 എക്സിറ്റ്, 33:80, 58 എക്സിറ്റ്. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഇന്ന് എക്സ്പയറി ഡേ ആണ്. നമ്മളവിടെ ഒരുപാട് സമയം പിടിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1:5 എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എക്സിറ്റ് ചെയ്ത് 58, ഇപ്പോൾ 64 എത്തിയിട്ടുണ്ട് പ്രീമിയം. അപ്പോൾ 1:5 ബുക്ക് ചെയ്യണവർക്കും ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ട്രേഡ് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നത് നമുക്ക് കുഴപ്പമില്ല. ഏതായാലും പോട്ടെ. നമുക്കൊരു ഹൈ ലോ എടുത്തപ്പോൾ തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വീണ്ടും നോക്കാമെന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. ഇനി നല്ല ചാൻസ് ഇട്ടെങ്കിലും എടുക്കുകയുള്ളൂ. കാരണം മാർക്കറ്റിൽ
ഞാൻ പറഞ്ഞില്ലേ എക്സ്പയറി ആകുമ്പോൾ മന്ത്ലി എക്സ്പയറി ആണ്. ബാങ്കിലും നിഫ്റ്റിയിലൊക്കെ പൊതുവേ ഒരു സൈഡ് വേസ് മൊമെൻറ്റം കാണിക്കാറുണ്ട് ഇത്തരം എക്സ്പയറി ഡേയ്സിൽ. എല്ലാ ദിവസവും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇന്ന് ഭയങ്കര ഹ്യൂജ് മൊമെൻറ്റം തരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നോക്കാം, ചാൻസ് വരുന്നുണ്ടെങ്കിലേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കൊരു എൻട്രി എടുക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, 49,000 പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. 101 നമുക്ക് പ്രീമിയം കിട്ടിയിട്ടുള്ളത്. അതൊരു നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ രാവിലെ മാർക്ക് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ ടാപ്പ് ചെയ്ത് ഇപ്പോഴാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. നിഫ്റ്റിയിൽ കുറച്ച് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, അത് 1:5 പോയിട്ടുണ്ട് കേട്ടോ. ആ ട്രേഡിൽ നമ്മൾ 1:4 റേഞ്ചിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു സിംഗിൾ കൊടുത്തപ്പോൾ. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റേഞ്ചിലെത്തിയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി ഇനിയിപ്പോൾ 22,549 ആപ്പുള്ളത്, 22,530 എത്തുകയാണെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ആ സമയം എത്തുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ വെച്ച് കൊടുക്കേണ്ടി വരും ബാങ്കിൻ്റെ. ഇനി അതെല്ലാം നേരെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് SL അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യില്ല. പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അത്രേ ഉള്ളൂ. കാരണം ഒരു SL ആയിട്ടുള്ളൂ SL അടിക്കുകയാണെങ്കിൽ. ടാർജറ്റിലേക്ക് വരികയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ടാർജറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ട്രേഡ് ബുക്ക് ചെയ്ത് പിന്നെ നല്ല അവസരം ഉണ്ടെങ്കിൽ നോക്കാം. നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി ആ ഒരു 22,530 റേഞ്ചിലൊക്കെ ഒരു ഇന്നത്തെ ലോ ആണ്. അപ്പോൾ ഇന്നത്തെ ലോയിലേക്ക് തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയൊക്കെ നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക്. ഏതായാലും 400 രൂപയൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് 9,000 പ്രോഫിറ്റിലാണ്. ഇന്ന് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു HDFC ബാങ്കൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഫേക്ക് ആവാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നിട്ട് കുറച്ചും കൂടി താഴേക്കൊക്കെ വന്നിട്ടായിരിക്കും ഇനി മുകളിൽ പോകുക. അതിൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ്. പ്രതീക്ഷയെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് ട്രേഡിൽ ഒരിക്കലും 100% ഉറപ്പല്ല, അറിയാലോ. ഏതായാലും നോക്കാം, ചാൻസ് വരികയാണെങ്കിൽ നമുക്ക് താഴേക്ക് വരിക നോക്കട്ടെ. 700 ഒക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയും കൂടെ ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നിഫ്റ്റിയിൽ പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് 2000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു നിഫ്റ്റിയിലുണ്ടല്ലോ, ആ ഒരു ഇന്നത്തെ ഡേ ലോ വീണ്ടും എടുത്തപ്പോൾ പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അതെടുക്കാൻ വേണ്ടി മുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് SL ചിലപ്പോൾ മുകളിലേക്ക് തന്നെ പോകുന്ന റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ട്രേഡിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 1000 റുപ്പീസൊക്കെ പ്രോഫിറ്റ് ഉണ്ട്. ഇനി അഥവാ അത് താഴേക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി അഥവാ SL അടിക്കുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം. കാരണം പിന്നെ നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ താഴേക്ക് നോക്കാം. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നല്ല ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. അതുപോലെ നല്ല ടാർഗറ്റ് ലെവലിലേക്ക് ഡിസ്റ്റൻസ് ഉള്ള ട്രേഡ്സ് കഴിഞ്ഞ് എടുക്കുന്നുള്ളൂ. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ എക്സ്പയറി ആയതുകൊണ്ട് ഞാനതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ SL കോസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. കാരണം ഞാൻ പറഞ്ഞു റീസൺ ഉണ്ടായിരുന്നു എക്സിറ്റ് ചെയ്യാനുള്ള. നമ്മൾ 10.9 ട്രേഡ് എടുത്തു, 10.27 കോസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ എൻട്രി എടുത്തത് 101.52 നമുക്ക് ചെറിയൊരു 60 ക്വാണ്ടിറ്റി 101.52, ബാക്കിയുള്ള 101.35. അതുകൊണ്ടാണ് ചെറിയൊരു ലോസ് വന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, ഇവിടെ ഉണ്ട് 22,552 അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് നോക്കാനും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ നോക്കുകയുള്ളൂ. തൊട്ടടുത്ത് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യൂല. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരികയാണെങ്കിൽ പറയാം. ഓക്കെ, സമയം 10:58 നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. നമ്മൾ നോക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റിയിലൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൻട്രി 22,562 മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഈവൻ അഗ്രസീവ് എൻട്രി പ്ലാൻ ചെയ്യാം, കുഴപ്പമില്ല. ആ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുകളിലേക്ക് വരണം പ്രൈസ്, എന്നാലേ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ അവിടുന്ന് ഒരു പ്രീവിയസ് ഡേൻ്റെ ലോയിലേക്ക് ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കുമല്ലോ അത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് അത്യാവശ്യം ഒരു 48 പോയിൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 11:03 നമുക്ക് എന്താ പറയുക, ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല മാർക്കറ്റ്. 22,562 ടാപ്പ് ചെയ്യാതെ വീണ്ടും താഴെ തന്നെ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു എൻട്രി എടുക്കാൻ കഴിയുള്ളൂ. അതിന് ശേഷം ഒരുപാട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിലും അവിടുന്ന് ട്രേഡ് ചെയ്യാനുള്ളൊരു സ്കോപ്പില്ല. കാരണം നമുക്ക് മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് കുറവാണ്. അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഡേലോയിലേക്കൊക്കെ 20 പോയിൻറ്റ് ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലിയൊരു
മാക്സിമം ടാർഗറ്റ്സ് ബുക്ക് ചെയ്യാൻ അവിടെ റിസ്ക് ആണ്. ഒരു ഇന്ത്യ മീൻസ് പ്രോപ്പർ ലിക്വിഡിറ്റികൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും മുകളിലുള്ളതിന് അത്യാവശ്യം ഒരു ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. സമയം 12:56. നമ്മൾ ആ ഒരു എൻട്രി നോക്കി നിന്നല്ല നമുക്ക് കിട്ടിയില്ല. വീണ്ടും ഡേ ലോ ഒക്കെ എടുത്തിട്ടോ, ആ എൻട്രി തരാതെ താഴേക്ക് വന്നിട്ട് ഡേ ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എൻട്രി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻട്രി എടുക്കാതിരുന്നത്. പിന്നെ ട്രേഡ് എടുത്തിട്ടില്ല. ഞാൻ അവിടെ എൻട്രിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുക എന്നല്ലാതെ എൻട്രി വന്നിട്ടില്ല. 22,600 പുട്ട് ഓപ്ഷനൊക്കെ 40 എന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ 60 റേഞ്ചിലൊക്കെ ആയി. അത് അതിനുശേഷം പിന്നെ ട്രേഡ് എടുത്തിട്ടില്ല. സമയം 12:56. ഇനിയിപ്പോൾ ഒന്ന് ട്രേഡ് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഇല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തൊട്ടടുത്ത ലിക്വിഡിറ്റിയാണ്. ഇപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നിഫ്റ്റിയിൽ 5 മിനിറ്റ്സ് പുതിയത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പ് സൈഡ് ലിക്വിഡിറ്റി തൊട്ടടുത്തുണ്ട്. 22 എവിടെ കാണാം, 22,526 റേഞ്ചിലുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ആണെങ്കിൽ ഇന്ന് ആകെ ഒരു ഒറ്റ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുള്ളൂ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട്. ആ ഒരു റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം അവിടെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. 22,537 ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ താഴേക്ക് നമ്മൾ 22,526 വരെയൊക്കെ അവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ അവിടെ വന്നാൽ നമുക്ക് റിസ്ക് ആണ്. എക്സിറ്റ് ചെയ്താൽ തന്നെ 1:1 പോലും കിട്ടൂല. അപ്പോൾ ഒന്ന് ട്രേഡ് ചെയ്യാതിരിക്കുക നല്ലത്. ഇനി അവിടെ ടാപ്പ് ചെയ്ത് അപ്പ് സൈഡിലേക്കാണെങ്കിലും ടാർജറ്റ് ഇല്ല. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്കാണെങ്കിലും ടാർജറ്റ് ഇല്ല. അപ്പ് സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്കാണ് ടാർജറ്റ് ഇല്ല. അതുകൊണ്ട് മാറി നിൽക്കാം. അതായത് ട്രേഡ് ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്യാം. സമയം 3:38 ആയിട്ടുണ്ട്. പിന്നെ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നിഫ്റ്റി സൈഡ് വേസ് അടിച്ച് സമയം തീർത്ത്. ഇന്ന് ഹീറോ ഒക്കെ ചെയ്തവരെ കാര്യം എടുക്കാണ്ടാവില്ല, അതാവസ്ഥ. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു എൻട്രിയും തന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി പിന്നെയും താഴേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ എൻട്രിയും തരാതെ താഴേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടിലും ട്രേഡ് എടുത്തിട്ടില്ല. ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഇനി ട്രേഡ് ചെയ്യേണ്ട, നിഫ്റ്റിയിലാണെങ്കിൽ തീരെ ചെയ്യേണ്ടെന്ന് പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. 2 ട്രേഡ് തന്നെ ഉള്ളൂ. ഒരു ടോട്ടലി 9,000 റേഞ്ചിൽ പ്രോഫിറ്റാണ്. നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത കാര്യം കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ട്രേഡ് ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. അതിന് പലർക്കും കഴിയാറില്ല. ഓവർ ട്രേഡ് ചെയ്ത് പലപ്പോഴും നമ്മുടെ കിട്ടിയ പ്രോഫിറ്റ് കളയുക, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രേഡ് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ പേഷ്യൻസോടെ ഇരിക്കുക, നല്ല അവസരങ്ങൾ വരുന്ന സമയങ്ങളിൽ വീണ്ടും ചെയ്യുക. അതൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിവേ നമുക്ക് ഇനി നാളത്തെ ട്രേഡിൽ കാണാം. ബൈ.